ശ്രീ ജിൻഡോ, കോൺഗ്രസിനകത്തെ മതനിരപേക്ഷവാദികൾക്ക് മുസ്ലിം ലീഗിന് കൊണ്ടു നടക്കാൻ കഴിയുന്ന ഒരാളാണോ സന്ദീപ് വാര്യർ ഈ പൂർവാശ്രമത്തിലെ കാര്യങ്ങൾ പരിശോധിച്ചാൽ എന്നൊരു ചോദ്യം ഉയരുന്നുണ്ട്. അതിലേക്ക് വരുന്നതിന് മുൻപ് അണികളെ ഇപ്പോൾ നേരത്തെ ശ്രീ CR നീലകണ്ഠൻ പറഞ്ഞു, സ്വയം ബോധ്യപ്പെട്ടാൽ പോരാ, ഒരു പൊതുപ്രവർത്തകൻ പൊതുസമൂഹത്തെ കൂടി ഈ രാഷ്ട്രീയ കൂടുമാറ്റത്തിന്റെ കാരണങ്ങൾ ബോധ്യപ്പെടുത്താൻ കഴിയണം. അതുപോലെ തന്നെ കോൺഗ്രസിനും അവരുടെ അണികളിലും ഒരു വിഭാഗം നേതാക്കളെയും ബോധ്യപ്പെടുത്താൻ കഴിയണം. അതിനൊരു ഉദാഹരണമാണ് കെ മുരളീധരന്റെ ഇന്നത്തെ പ്രസ്താവന. ഞാൻ അതിലേക്കൊന്ന് പോകുന്നു. ശ്രീ ജിൻഡോ, ഞാൻ താങ്കളിലേക്ക് വരും. ഈ സ്നേഹത്തിന്റെ കടയിൽ മെമ്പർഷിപ്പ് എന്നും നിലനിൽക്കണം. അല്ലാതെ ഇനിയിപ്പോൾ അസംബ്ലി ഇലക്ഷനൊക്കെ അടുത്ത അസംബ്ലി ഇലക്ഷൻ കഴിഞ്ഞാൽ വീണ്ടും വെറുപ്പിന്റെ കടയിലേക്ക് മെമ്പർഷിപ്പ് എടുക്കാൻ പോകരുത്. ഈ സ്നേഹത്തിന്റെ കടയിലെ മെമ്പർഷിപ്പ് നിലനിർത്തണം. തുടർന്നുള്ള എല്ലാ കാലഘട്ടങ്ങളിലും രാഹുൽ ഗാന്ധിയുടെ നിലപാടിനൊപ്പം നിൽക്കണം എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഏതായാലും വന്നതിൽ സന്തോഷം. ജിൻഡോ, രാവിലെ എനിക്ക് തോന്നുന്നു ഒരു 11:45 12 മണിക്കുമാണ് കെ മുരളീധരൻ ഈ ഒരു പ്രസ്താവന നടത്തുന്നത്. അതിന് ഏതാണ്ട് 20 മിനിറ്റ് മുൻപ് അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. പ്രേം നസീർ അഭിനയിച്ച ഒരു സിനിമയിലെ ഗാനമാണ് അതിലിട്ടുള്ളത്. താങ്കൾ ശ്രദ്ധിച്ചു കാണും. ഞാൻ 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 എന്ന ഭാവങ്ങളെ എന്ന വരികളാണ് ഇട്ടത്. അതുകൊണ്ട് ആ ഭാവങ്ങൾ ആരെക്കുറിച്ചുള്ള ഭാവങ്ങളാണെന്ന് നമുക്കറിയാമല്ലോ, അണ്ടർസ്റ്റുഡ് ആണല്ലോ. അങ്ങനെയാണെങ്കിൽ കോൺഗ്രസിനകത്തെ മതനിരപേക്ഷവാദികൾക്ക് മുസ്ലിം ലീഗ് പോലെയുള്ള മതനിരപേക്ഷ പാർട്ടികളെ അവർക്ക് കൊണ്ടു നടക്കാൻ കഴിയുന്ന ഒരാളാണോ സന്ദീപ് വാര്യർ? കോൺഗ്രസിനും ബുദ്ധിമുട്ടേണ്ടി വരില്ലേ എന്തിന് സന്ദീപ് വാര്യരെ എടുത്തു എന്ന് അണികളെ ബോധ്യപ്പെടുത്താൻ, ചുരുങ്ങിയ പക്ഷം കെ മുരളീധരനെ പോലെയുള്ള നേതാക്കളെ ബോധ്യപ്പെടുത്താൻ? അല്ല ഗോപി, ഞാൻ കുറച്ച് കാലമായുള്ള ചാനൽ ചർച്ചകളിൽ വരുന്നു. ഏകദേശം ഒരു 10-21 വർഷമായിട്ട് പൊതുപ്രവർത്തന രംഗത്ത്, വിദ്യാർത്ഥി യുവജന രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളാണ്. ഞാനൊരു മതനിരപേക്ഷവാദിയല്ലെന്ന് ഒരാളും എന്നെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. പക്ഷേ എനിക്ക് സന്ദീപ് വാര്യർ വന്നതിന് 100% ഹൃദയവിശാലതയോടെ സ്വീകരിക്കാൻ സാധിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണെന്നറിയോ? BJPയിൽ നിൽക്കുന്ന എത്ര ആളുകളുണ്ടോ അത്രയും ആളുകൾ കോൺഗ്രസ് പോലെ ഒരു മതനിരപേക്ഷ പക്ഷത്തേക്ക് കൂറുമാറുന്നുണ്ടെങ്കിൽ അതിനെ 2 കൈയും നീട്ടി ഞങ്ങൾ സ്വീകരിക്കും. കാരണം അത്രയും BJPക്കാരുടെ എണ്ണം കുറയുകയാണ്. അത്രയും BJPക്കാരുടെ എണ്ണം കുറയുമ്പോൾ ഈ രാജ്യത്തിൻ്റെ മതനിരപേക്ഷതയുടെ ശക്തി കൂടുകയാണ്. അതുകൊണ്ടാണ് ഞാൻ MP രാജേഷ് കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഇടതുപക്ഷ നിലപാട് സ്വീകരിച്ചാൽ നല്ലത് എന്ന്. സന്ദീപ് വാര്യർ സ്വീകരിച്ച ഇടതുപക്ഷ നിലപാടാണ്. അദ്ദേഹത്തിന് അറിയാം കേരളത്തിലെ ഏറ്റവും നല്ല ഇടതുപക്ഷം കോൺഗ്രസ് ആണെന്ന്. അതുകൊണ്ട് കോൺഗ്രസിൽ ചേർന്നു. വ്യക്തിപരമായി നല്ലയാളാണെന്ന് സന്ദീപ് വാര്യർ BJPയിൽ നിൽക്കുമ്പോൾ പറഞ്ഞത് AK ബാലനാണ്. BJPയിൽ നിൽക്കുമ്പോൾ പോലും വ്യക്തിപരമായി നല്ലയാളാണെങ്കിൽ BJP വിട്ട സന്ദീപ് വാര്യർ കുറെ കൂടി നല്ലയാളായിരിക്കുമല്ലോ. അങ്ങനെയുള്ള നല്ലയാളെയാണ് കോൺഗ്രസ് സ്വീകരിച്ചത്. ദാർശനിക നിലപാട് പരിശോധിച്ചാൽ സന്ദീപ് വാര്യരെ സ്വീകരിക്കാമെന്നാണ് AK ബാലൻ പറഞ്ഞത്. അങ്ങനെ നല്ല നിലപാടുള്ള, ദാർശനിക നിലപാടുള്ള സന്ദീപ് വാര്യരാണ് കോൺഗ്രസ് സ്വീകരിച്ചത്. നാളെ BJPയിലെ ഇതിലും ശക്തമായിട്ട് വാദിക്കുന്ന, ഇപ്പോൾ നമ്മോടൊപ്പം ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഈ ഉല്ലാസ് ബാബു അടക്കമുള്ള ആളുകൾ കോൺഗ്രസിലേക്ക് വന്നാലും ഞങ്ങൾ സ്വീകരിക്കും. പക്ഷെ ഒറ്റ കണ്ടീഷനേ ഉള്ളൂ. അതുവരെ പറഞ്ഞിട്ടുള്ള വർഗീയവാദത്തിന്റെ, BJPയുടെ, RSSന്റെ സംഘപരിവാർ താല്പര്യങ്ങളെ, ആ നിലപാടുകളെ തള്ളി പറഞ്ഞുകൊണ്ട് കയറി വരണം. ഇവിടെ അല്പം മുമ്പ് പറഞ്ഞൊരു കാര്യമുണ്ട്, CR നീലകണ്ഠൻ സാറാണ് സൂചിപ്പിച്ചത്. സരിൻ CPMനെതിരെ, പിണറായി വിജയനെതിരെ കൂട്ട ബലാത്സംഗ ടീമിന്റെ ക്യാപ്റ്റൻ എന്ന് ആക്ഷേപിച്ച പോസ്റ്റുകൾ ഉൾപ്പെടെ അവിടെ കിടക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് ചാനൽ ക്യാമറമാൻമാരൊക്കെ റിപ്പോർട്ടർമാർ ചോദിക്കുമ്പോൾ സരിൻ പറഞ്ഞത് അതൊക്കെ അവിടെ കിടന്നോട്ടെ എന്നാണ്. അദ്ദേഹം ആ നിലപാട് തിരുത്തിയിട്ടല്ല CPMന്റെ സ്ഥാനാർത്ഥിയാകുന്നത്. ഇവിടെ സന്ദീപ് വാര്യർ അദ്ദേഹത്തിന്റെ നാളിതുവരെ പറഞ്ഞ മുഴുവൻ നിലപാടും തിരുത്തിക്കൊണ്ട് കോൺഗ്രസിലേക്ക് വരുമ്പോൾ അദ്ദേഹം ഒരു വർഗീയതയുടെ കാളിയനാണെന്ന് MP രാജേഷിന് എങ്ങനെയാ പറയാൻ പറ്റുക? CPMൽ ചേർന്നിരുന്നെങ്കിൽ മിടുക്കനായിട്ടുള്ള, ക്ലാരിറ്റിയുള്ള നേതാവാണെന്ന് MP രാജേഷ് പറയുമായിരുന്നു. ഇവിടെ സന്ദീപ് വാര്യർ കോൺഗ്രസിന്റെ ഒരു നേതാക്കന്മാരെയും കൊന്നുകളഞ്ഞിട്ടില്ലെന്നേ. CPMന്റെ സഖാക്കന്മാരെ കൊന്നുകളഞ്ഞ, നിങ്ങൾക്ക് രക്തസാക്ഷികളെ സൃഷ്ടിച്ച OK വാസുവിനെ പോലുള്ള ആളുകളെ സ്വീകരിച്ച് നിങ്ങളുടെ പാർട്ടി കമ്മിറ്റിയിൽ ഇരുത്താൻ നിങ്ങൾക്ക് വലിയ മനസ്സുണ്ട്. അതൊക്കെ നിങ്ങൾ മതനിരപേക്ഷവാദമായിട്ട് പറയുന്നു. ഇവിടെ സന്ദീപ് വാര്യരെ പോലെയുള്ള ആളുകൾ നാളിതുവരെ പറഞ്ഞ നിലപാട് തിരുത്തിക്കൊണ്ട് കോൺഗ്രസിലേക്ക് വരുമ്പോൾ അതൊരു മോശപ്പെട്ട കാര്യമാകുന്നു. ഇവിടെ CPMന്റെ പ്രതിനിധി പറഞ്ഞ ഒരു കാര്യമുണ്ട്, മൃദു ഹിന്ദുത്വം കോൺഗ്രസിനുണ്ടെന്ന്. ഈ മൃദു ഹിന്ദുത്വം എന്ന് പറഞ്ഞാൽ അമ്പലത്തിലും പള്ളിയിലും പോകുന്ന പരിപാടിയാണെങ്കിൽ അത് മൃദു ഹിന്ദുത്വം അല്ല, നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ്. ഇനി അങ്ങനെ മൃദു ഹിന്ദുത്വമുള്ള പാർട്ടിയാണ് കോൺഗ്രസ് എങ്കിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിന് പുറത്ത് മുഴുവൻ സംസ്ഥാനങ്ങളിലും കോൺഗ്രസിനോടൊപ്പം ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ട് എന്തിനാ CPM മത്സരിച്ച്? അല്പം നാളം വേണ്ടേ, ഉളുപ്പ് വേണ്ട ഇത്തരം കാര്യങ്ങളൊക്കെ പറയാനായിട്ട്? അടുത്ത നിങ്ങൾ പറഞ്ഞു 170 കോടി രൂപ റോബർട്ട് വാദ്ര BJPക്ക് കൊടുത്തെന്ന്. എന്തെങ്കിലും തെളിവുണ്ടോ മാഷേ? വെറുതെ CPMകാർ തള്ളുന്ന കേട്ട് വെറുതെ വന്ന് വീണ്ടും ആവർത്തിച്ച് തള്ളരുത്. എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ ഇപ്പോൾ ഹാജരാക്കണം. നിങ്ങൾ നിരന്തരം പറയുന്ന കാര്യമാണ്. ഇനി VD സതീശൻ സവർക്കറുടെ മുമ്പിൽ തിരികെത്തിച്ചെന്ന്. സവർക്കറുടെ മുമ്പിൽ തിരികെത്തിക്കുന്ന എന്തെങ്കിലും ദൃശ്യങ്ങളോ വാർത്തകളോ താങ്കളുടെ കയ്യിലുണ്ടെങ്കിൽ ഇപ്പോൾ ഹാജരാക്കണം. വെറുതെ CPM BJPക്ക് വേണ്ടിയിട്ടുള്ള വിടുപണി നടത്തരുത്. നിങ്ങൾ കോൺഗ്രസിന്റെ
പ്രത്യയശാസ്ത്ര അടിത്തറയെക്കുറിച്ച് നിങ്ങൾ വല്ലാതെ വിഷമിക്കുകയാണ്. കോൺഗ്രസിന്റെ പ്രത്യയശാസ്ത്ര അടിത്തറയ്ക്ക് ഒരു പ്രശ്നവുമില്ലെന്ന് തെളിയിച്ച കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ്. അതുകൊണ്ടാണ് ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ നരേന്ദ്രമോദിയെ തോൽപ്പിച്ചതിന് തുല്യമായിട്ട് പ്രതിപക്ഷ സ്ഥാനത്തേക്ക് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ മുന്നണി ജയിച്ച് ഇന്ത്യൻ പാർലമെന്റിലേക്ക് വന്നത്. കോൺഗ്രസിന്റെ പ്രത്യയശാസ്ത്ര നിലപാടിൽ നിങ്ങൾക്ക് കൂടി ഉറപ്പുണ്ടായിട്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPM അടക്കമുള്ള ഇടത് പാർട്ടികൾ കോൺഗ്രസിനോടൊപ്പം ഇന്ത്യ മുന്നണിയിൽ അണിചേർന്നത്. നിങ്ങൾക്ക് സംശയം ഉണ്ടാതിൽ? അല്ലാതെ നിങ്ങൾ കേരളത്തിലെ കാര്യമാണ് പറയുന്നെങ്കിൽ RSSന് വിടിപണി ചെയ്യുന്ന RSS നേതാക്കന്മാരെ കണ്ട് സന്ധി സംഭാഷണം നടത്തുന്ന ADGPയെ സംരക്ഷിക്കുന്ന, പൂരം കളിക്ക് RSS നേതാക്കന്മാരെ BJP നേതാക്കന്മാരെ സംരക്ഷിക്കുന്ന, കൊടകര കുഴൽപ്പണ കേസിലെ പ്രതിയായിട്ടുള്ള സുരേന്ദ്രനെ സാക്ഷിയാക്കുന്ന, മാജിക് കാണിക്കുന്ന പിണറായി വിജയന്റെ പ്രത്യയശാസ്ത്ര വ്യതിയാനത്തെ കുറിച്ചാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. ഇവിടെ സന്ദീപ് വാര്യർ ഇന്നിപ്പോൾ സന്ദീപ് വാര്യർ സംസാരിക്കുമ്പോൾ പറയുന്നുണ്ടായിരുന്നു, അതായത് ചരിത്ര ഭൂരിപക്ഷവുമായിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ട് വിജയിച്ച് കയറാൻ പോകുന്നത് എന്ന്. കോൺഗ്രസിന്റെ നേതാക്കൾ കെ സുധാകരനെ പോലെ, VD സതീശനെ പോലെയുള്ള സമുന്നതരായ നേതാക്കൾ പറയുന്നുണ്ട് ഈ സമയത്ത് സന്ദീപ് വാര്യർ വന്നത് പാലക്കാട്ടെ കോൺഗ്രസിന്റെ വിജയത്തിന് തിളക്കം കൂട്ടുമെന്ന്. ഇതേ സന്ദീപ് വാര്യർ 2023 നവംബർ 17 ഇട്ടൊരു പോസ്റ്റാണ്, യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ ഉപയോഗിച്ച് ഇരട്ടകളുടെ തിരിച്ചറിയൽ കാർഡ് എന്ന് പറഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ചിത്രവുമുണ്ട്. പേന കൊണ്ട് കവിളിൽ കറുത്ത മറുകിട്ടവനാണ് അച്ചു, മറ്റവൻ അപ്പു. ഇങ്ങനെ 1.5 ലക്ഷം വോട്ടിട്ടാണ് മാങ്കൂട്ടം പ്രസിഡന്റായത്. ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ചരിത്ര വിജയം ഉറപ്പാക്കാനാണത്രേ സന്ദീപ് വാര്യർ ഇന്ന് കോൺഗ്രസിലേക്ക് വന്നത്. തിരിഞ്ഞുകുത്തില്ലേ? കോൺഗ്രസ് നേതൃത്വത്തിന് അതിന് വിശദീകരണം നൽകേണ്ടി വരില്ലേ? പാകിസ്ഥാനിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന കശ്മീരികളെ കൂട്ടക്കൊല ചെയ്ത് കുഴിച്ചു മൂടുക എന്നത് മാത്രമാണ് ഏക പോംവഴി. ഒരു 3000-ഓ 4000-ഓ എണ്ണത്തിനെ കഴുത്തിൽ ടയറിട്ട് കത്തിച്ചു കൊല്ലണം, ബാക്കിയുള്ളവർ തന്നെ ഒതുങ്ങി മര്യാദക്കാരാ. അനുഭവം ഗുരു. ഈ പോസ്റ്റ് ഇട്ട സന്ദീപ് വാര്യരെയാണ് നിങ്ങൾ ആനയിച്ചു കൊണ്ടുവന്നിരിക്കുന്നത്. ഞാൻ ചോദിക്കുന്നത്, പ്രത്യയശാസ്ത്ര നിലപാടുകൾ മാറ്റി ഒരു പാർട്ടിയിലേക്ക് വരുന്നതിനെ തടയുക എന്നതല്ല, മറിച്ച് ഈ തെരഞ്ഞെടുപ്പിന്റെ വാതിൽക്കൽ നിൽക്കുമ്പോൾ സന്ദീപ് വാര്യരെ പോലെ ഒരാളെ കോൺഗ്രസിലേക്ക് കൊണ്ടുവരികയും എന്നിട്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ചരിത്ര വിജയം ഉറപ്പാക്കാൻ ഇത് സഹായിക്കുമെന്നും കോൺഗ്രസ് നിരത്തുന്ന വാദത്തിന്റെ യുക്തി എന്താണ് എന്നാണ് താങ്കൾ പറയേണ്ടത്. അല്ലാതെ സന്ദീപ് അത് തിരുത്തിയിട്ടുണ്ട് വന്നല്ലോ എന്ന് പറയുന്നതിനകത്ത് എനിക്ക് എതിർപ്പില്ല. പക്ഷെ അതിൻ്റെ ഇതുകൊണ്ട് ജയിക്കാൻ പോകുന്നു ചരിത്ര വിജയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വാദം അവതരിപ്പിക്കുന്നതിന് എന്ത് യുക്തി? രണ്ട് കാര്യം ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കാം ഗോപി, ബാക്കിയുള്ളവരും മറുപടി പറയട്ടെ, കേൾക്കാമല്ലോ. ഒന്നാമത്തത്, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അടക്കം സന്ദീപ് വാര്യർ നാളിതുവരെ കോൺഗ്രസിൽ ചേരുന്നതിന് മുമ്പ് അദ്ദേഹം BJPയുടെ സ്പോക്സ് പേഴ്സണായിട്ട് നിലനിന്നുകൊണ്ട് പറഞ്ഞിട്ടുള്ള മുഴുവൻ വാദങ്ങളെയും കോൺഗ്രസ് തള്ളിക്കളയുക മാത്രമല്ല നഖശിഖാന്തം എതിർത്തിട്ടുണ്ട്. ഞങ്ങളെപ്പോലുള്ള ആളുകൾ അതേ രീതിയിൽ തന്നെ അദ്ദേഹത്തിന് ചുട്ട മറുപടി കൊടുത്തിട്ടുണ്ട്. അതിലൊന്നും ഒരു തർക്കവുമില്ല. അദ്ദേഹം ആ നിലപാട് തിരുത്തി കോൺഗ്രസിലേക്ക് കടന്നു വരുന്നതിന് എന്തിനു പേടിക്കണം? അദ്ദേഹം BJPയിൽ ഉറച്ചു നിന്നാലല്ലേ നമ്മൾ പേടിക്കണ്ടേ? അല്ലെങ്കിൽ BJPയുടെ കക്ഷിയായിട്ട് കേരളത്തിൽ പ്രവർത്തിക്കുന്ന പിണറായി വിജയന്റെ പാർട്ടിയിൽ ചേർന്നെങ്കിൽ നമ്മൾ പേടിക്കണം. അദ്ദേഹം കോൺഗ്രസിലേക്ക് വരുമ്പോൾ കേരളത്തിലെ ഒരു മതനിരപേക്ഷവാദിയും പേടിക്കേണ്ട കാര്യമില്ല. കാരണം കോൺഗ്രസിന്റെ പ്രത്യയശാസ്ത്രമേ ഇനി സന്ദീപ് വാര്യർന്ന് പറയാൻ സാധിക്കുള്ളൂ. രണ്ടാമത്തത്, അദ്ദേഹം വന്നതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭൂരിപക്ഷം വർദ്ധിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ടെന്നേ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് പാലക്കാട് അടക്കം BJPയുടെ A ക്ലാസ് മണ്ഡലങ്ങളിൽ ദേശീയ നേതാക്കന്മാരടക്കം പ്രചരണത്തിന് വന്നല്ലോ. ഇവിടെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് ഇത്രയും ദിവസമായിട്ട് എന്തേ BJPയുടെ ഒരു ദേശീയ നേതാവ് പോലും പാലക്കാട് എത്തി നോക്കാൻ പോലും തയ്യാറാകാത്തത്? കാരണം തോൽവി BJP പോലും സമ്മതിച്ചിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചുകൊണ്ട് വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. അപ്പോൾ സന്ദീപ് വാര്യരുടെ വരവോടുകൂടി BJPയിൽ തന്നെ K സുരേന്ദ്രന്റെയും പിണറായി വിജയന്റെയും ബാന്ധവത്തിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധമുള്ള മുഴുവൻ ചെറുപ്പക്കാരും സന്ദീപ് വാര്യരോടൊപ്പം അണിചേർന്നുകൊണ്ട് കോൺഗ്രസിനോടൊപ്പം അണിചേർന്നുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുന്നുള്ള കാര്യത്തിൽ എന്താ തർക്കമുള്ളത്? ശ്രീ ഉല്ലാസ് ബാബു, താങ്കൾ പറഞ്ഞു ഈ പാർട്ടി ഇപ്പോൾ കേരളത്തിൽ അധികാരത്തിലില്ലാതിരുന്നപ്പോൾ, ജനപ്രതിനിധികൾ ഉണ്ടാകാതിരിക്കുമ്പോഴും ഈ പാർട്ടി ജനങ്ങൾക്കിടയിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു, അതുകൊണ്ട് സ്ഥാനമാനങ്ങൾ ആഗ്രഹിച്ചുകൊണ്ടാകരുത് അതിനകത്ത് പ്രവർത്തകർ ഉണ്ടാകേണ്ടതെന്ന്. ബലിദാനികളുടെ ഫോട്ടോയ്ക്കെടുത്ത്, ശ്രീനിവാസന്റെ ഫോട്ടോയ്ക്കെടുത്ത് സ്ഥാനാർത്ഥിയുടെ ഫോട്ടോ വെച്ച് വോട്ട് പിടിക്കുന്നത് ഇത്രയും തരം താഴാമോ ഒരു പാർട്ടി എന്ന് ചോദിച്ചത് ഇന്നലെ വരെ നിങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്ന സന്ദീപ് വാര്യരാണ്. അതുകൊണ്ട് തന്നെ സംഘപ്രവർത്തകർ ഈ പാർട്ടി ഏത് അവസ്ഥയിലേക്ക് കൂപ്പുകുത്തുന്നു എന്ന കാര്യം ഓർക്കണം എന്ന് അവരോട് പറഞ്ഞുകൊണ്ടുകൂടിയാണ്. അപ്പോൾ ഇതൊക്കെ ഈ പാർട്ടിക്കകത്ത് നടക്കുന്നുണ്ടെന്നും സംസ്ഥാന നേതൃത്വത്തിനെതിരെ, അതായത് K സുരേന്ദ്രനെ പോലുള്ളവർ ഈ പാർട്ടിക്കകത്ത് നടത്തുന്ന കാര്യങ്ങളെക്കുറിച്ചുമൊക്കെയുള്ള വിമർശനങ്ങൾ പരസ്യമായി പറഞ്ഞുകൊണ്ടാണ് സന്ദീപ് വാര്യർ പോയത്. ഇത് നിങ്ങൾക്ക് ദോഷം ചെയ്യില്ലേ? ഇനി പറയാനിരിക്കുന്ന കാര്യങ്ങളും BJPയുടെ നേതൃത്വത്തെ ആശങ്കപ്പെടുത്തുന്നല്ലേ? ബലിദാനികളെന്ന് പറയപ്പെടുന്നവർ ഗോപികൃഷ്ണൻ എഴുതി വെച്ചോ മനസ്സിൽ കൃത്യമായി കുറിച്ചിട്ടോ, ഞങ്ങളുടെ 100 കണക്കിന് ബലിദാനികൾ. ഗോപികൃഷ്ണൻ കണ്ണൂർ ജില്ലയെക്കുറിച്ച് അറിയാലോ അല്ലേ? എത്ര അമ്മമാർ മക്കളില്ലാത്തവരായി പോയിട്ടുണ്ടെന്നറിയോ? എത്ര ഭാര്യമാർ വിധവകളാക്കപ്പെട്ടിട്ടുണ്ടെന്നറിയാമോ?
എത്ര പിഞ്ചു മക്കൾ അച്ഛനില്ലാതായി പോയതുണ്ട്. ആരും ക്രിമിനൽ ആയതുകൊണ്ടോ മറ്റേ തെമ്മാടി ആയതുകൊണ്ടോ ബലാത്സംഗ കേസിലെ പ്രതികളായതുകൊണ്ടോ അല്ല. ഈ ആശയാദർശം മുറുകെ പിടിച്ച ആത്മാർത്ഥമായിട്ട് അധികാരം ആഗ്രഹിക്കാതെ, ഒരു വേദിയിലും കസേര ആഗ്രഹിക്കാതെ ഈ ഫ്ലോറിൽ പ്രവർത്തിച്ചതിൻ്റെ പേരിൽ കൊല ചെയ്യപ്പെട്ടവരാ ആ ബലിദാനികൾ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ പാലക്കാട് ശ്രീനിവാസ് ചേട്ടൻ അടക്കമുള്ള സമയത്ത് അദ്ദേഹം മരിച്ചു കിടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മൃതശരീരത്തിന് മുമ്പിൽ ആ മോള് കരയുമ്പോഴും സ്വന്തം അച്ഛൻ നഷ്ടപ്പെട്ടിട്ട് ആ കുട്ടി പൊട്ടിക്കരയുന്ന സമയത്ത് ആ കുട്ടി വിളിച്ചത് ഭാരത് മാതാക്കി എന്ന് പറഞ്ഞ മുദ്രാവാക്യം, ജയ് എന്ന് പറഞ്ഞ മുദ്രാവാക്യം വിളിച്ചത് എൻ്റെ അച്ഛൻ ഈ ആദർശത്തിന് വേണ്ടിയിട്ടാണ് എൻ്റെ അച്ഛൻ കൊല ചെയ്യപ്പെട്ടത്. അത് കൃത്യമായിട്ട് ഈ സമൂഹത്തിനകത്ത് ആ കുട്ടി പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങളുടെ മനസ്സിലുണ്ട്. യഥാർത്ഥ ദേശസ്നേഹത്തോടു കൂടി ഈ സമൂഹത്തിൽ കൃത്യമായിട്ടുള്ള ഈ ആശയാദർശങ്ങൾ നെഞ്ചിൽ വേറി നടക്കുന്ന ഞങ്ങൾക്ക് എല്ലാവർക്കും ആ ബലിദാനികൾ എന്ന് പറയപ്പെടുന്നത് ഞങ്ങളുടെ ജീവനാണ്, ഞങ്ങളുടെ മനസ്സിലുണ്ട്. അവർ ഉന്നയിച്ച വിഷയങ്ങൾ, അവർ എന്തിനു വേണ്ടി പ്രവർത്തിച്ചു, അവർക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ഞങ്ങളിവിടെ പ്രവർത്തിക്കുന്നതും അവർക്ക് വേണ്ടി തന്നെയാണ് ഞങ്ങൾ പാലക്കാട് ജയിക്കുന്നതും. അത് സ്നേഹത്തിൻ്റെ കടയിലെ തേനിലാവ് മിഠായി മേടിക്കാൻ പോയ ആളുകൾ എന്തു പറയുന്നു എന്ന് നോക്കിയതല്ല. ആ ബലിദാനികൾ പിടഞ്ഞു വീണ മണ്ണിൽ ഞങ്ങൾ പ്രവർത്തിക്കുന്നത് അവർ എന്തിനു വേണ്ടി പിടഞ്ഞു വീണോ ആ പിടഞ്ഞു വീണ കാര്യങ്ങൾ നിങ്ങൾ എന്താഗ്രഹിച്ചോ അത് ഞങ്ങളിലൂടെ നിറവേറ്റുമെന്ന് പറയപ്പെടുന്ന കൃത്യമായ കാര്യത്തിന് വേണ്ടിയാണ്. പാലക്കാട് ഒരു സംശയവും വേണ്ട ഗോപികൃഷ്ണ, ഒരു സ്നേഹക്കടയിൽ മിഠായി മേടിക്കാൻ പോയ ഒരു ആളുടെയും ഒരു സംവിധാനവും ഞങ്ങളെ സംബന്ധിച്ചൊന്നും ബാധിക്കാൻ പോകുന്നില്ല. ഞങ്ങൾ വളരെ കൃത്യമായി തന്നെ കൃത്യമായ ഭൂരിപക്ഷത്തിൽ ഞങ്ങൾ പാലക്കാട് ജയിച്ചിരിക്കും. അവിടെ സി കൃഷ്ണകുമാർ എന്ന് പറയപ്പെടുന്ന അവിടെ വോട്ടുകൾ രേഖപ്പെടുത്തുന്നത് ഞങ്ങളുടെ BJPക്കാണ്. കൃഷ്ണകുമാർ വിജയിക്കുകയും ചെയ്യും, ഒരു സംശയവും.